ഹായ് ഗൈസ്, യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മച്ചാമാരെ, പുതിയ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് രാമക്കൽമേട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ലോ ബഡ്ജറ്റായി നല്ല സേഫായി ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ധനുഷ്കോടി, രാമേശ്വരം, അതുപോലെ തന്നെ കമ്പം, തേനി എന്നീ സ്ഥലങ്ങളിലേക്ക് ഒരു യാത്ര പോവുകയുണ്ടായി. ആ യാത്രയുടെ ഭാഗമായിട്ട് കമ്പം, തേനി ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ രാമക്കൽമേടാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ സ്റ്റേ ചെയ്ത ഈ ഒരു റിസോർട്ടിലെ കുറച്ച് കാഴ്ചകളും നമുക്ക് വന്ന എക്സ്പെൻസും അതുപോലെ തന്നെ നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. മെനോറ റിസോർട്ടിലാണ് നമ്മൾ രാമക്കൽമേട് വന്നിട്ട് സ്റ്റേ ചെയ്തത്. രാമക്കൽമേട് ടൗണിൽ നിന്നും ഏകദേശം 800 മീറ്റർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത്. റിസോർട്ടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ ചെറിയൊരു റിസപ്ഷനാണ് വരുന്നത്. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരാളുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഈ കാണുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് പോയാലാണ് നമ്മളുടെ റൂമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മളുടെ കോട്ടേജും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള എ-ഫ്രെയിം വില്ലാസൊക്കെ വരുന്നത്. നമ്മളങ്ങനെ താഴെ ഇറങ്ങിയിട്ട് കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ ധാരാളം ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാനുള്ള നല്ല ഭംഗിയുള്ളൊരു ഇരിപ്പിടമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നല്ല ഫോറസ്റ്റ് വ്യൂ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. താഴെ വന്നിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു കോട്ടേജിനകത്ത് 3 റൂമുകളാണുള്ളത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ അധികം ആളുകളൊക്കെ ആയിട്ട് വന്നിട്ട് സ്റ്റേ ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള എ-ഫ്രെയിം വില്ലാസ്. ഇതിനകത്ത് 3 റൂമുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. താഴെ ഇരുവശങ്ങളിലായിട്ട് 2 റൂമും അതുപോലെ തന്നെ മുകളിൽ ഒരു അടിപൊളി റൂമാണുള്ളത്. ഏറ്റവും സൂപ്പർ നല്ല അടിപൊളി റൂം വരുന്നത് മുകളിലത്തെ റൂം തന്നെയാണ്. അവിടെ നിന്നാലാണ് നമുക്ക് ശരിക്കും ഇവിടുത്തെ യഥാർത്ഥ ആ ഒരു കാഴ്ച, അതായത് പുറത്ത് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണുന്ന ആ ഒരു ഫീല് കിട്ടുക മുകളിലത്തെ റൂമിലാണ്. താഴത്തെ റൂമും അത്ര മോശമൊന്നുമല്ല, അടിപൊളി തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളെന്നൊക്കെ, അതിൻ്റെ ഉള്ളിലത്തെ സെറ്റിങ്സും സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളങ്ങനെ താഴത്തെ എ-ഫ്രെയിം വില്ലയുടെ ഒരു റൂമിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കട്ടിലുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. ആ കാണുന്ന ഷെയറിലൂടെ മുകളിലത്തെ റൂമിലോട്ട് നമുക്ക് പോകാനും സാധിക്കും. മാത്രമല്ല അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ചെറിയ ടോയ്ലറ്റും ഇവരുടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആവാൻ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ചെറിയ ഒരു റൂം തന്നെയാണ്. ചെറിയ റൂമാണെങ്കിലും അത്യാവശ്യം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചൂടുവെള്ളം, ഹോട്ട് വാട്ടറും വൈഫൈ അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലത്തെ റൂമിലെ കാഴ്ചകളാണ്. മുകളിലത്തെ ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അടിപൊളിയാണ്. ഈ ഒരു വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഈ ഒരു ശരിക്കും നമ്മളൊരു വ്യൂ പോയിന്റിൽ പോയിട്ട് കാണുന്ന അതേ ഒരു കാഴ്ചകളും അതേ ഒരു ഫീലിങ്സാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഉണ്ടാവുക, അനുഭവിക്കാനായിട്ട് സാധിക്കുക. വലിയ മലകളും അതുപോലെ തന്നെ മലകളുടെ ചുറ്റും കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കാണുന്ന കാഴ്ച അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് താമസിച്ചാൽ നമുക്ക് ഉണ്ടാവുക. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് കൂടി വരുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 15 പേരോ അതിൽ കൂടുതൽ വരുന്ന ഒരു ഗ്രൂപ്പായിട്ടൊക്കെ താമസിക്കുകയാണെങ്കിൽ ഇവർ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി സെറ്റ് ചെയ്ത് തരും. ബൊഫേ സിസ്റ്റമാണ് ഇവിടെ സെറ്റ് ചെയ്ത് തരിക. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ സംസാരിച്ചിരിക്കാനും ഒക്കെയുള്ള അടിപൊളി സ്പേസ് ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ കാണുന്ന വിൻഡോയിലൂടെയൊക്കെ നോക്കുമ്പോൾ പുറത്തെ കാഴ്ച അതിമനോഹരമാണ്. നല്ലൊരു ഫോറസ്റ്റ് വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു വിൻഡോസിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മിനിമം 15 പേരൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ബൊഫേ സിസ്റ്റം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതിന് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് 2 ഐറ്റംസ് അതുപോലെ തന്നെ ചായ, കറി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരാൾക്ക് വരുന്ന എക്സ്പെൻസ് 120 രൂപയാണ്. അതുപോലെ ലഞ്ചാണെങ്കിൽ ബിരിയാണി ആണെങ്കിൽ 170 രൂപയും, മീൽസ് അതേപോലെ തന്നെ 65 അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ 160 രൂപയും, ഡിന്നർ ആണെങ്കിൽ അൽഫാമാണ് വരുന്നത്. അൽഫാമിന് ഏകദേശം 200 രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. ഇനി നിങ്ങൾ 15 പേരിൽ താഴെയാണ്, ചെറിയൊരു ഫാമിലിയോ അല്ലെങ്കിൽ കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നേരത്തെ ഇവരോട് മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഇവർ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് താഴെ കോട്ടേജിൽ വരുന്ന ഒരു റൂമിൻ്റെ അകത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇവരിവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നമ്മളങ്ങനെ റൂം തുറന്ന് അകത്തോട്ട് കയറി നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് റൂം കിടക്കുന്നത്. നല്ല വലിയ കിങ് സൈസ് കട്ടിലും അതുപോലെ തന്നെ വാളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത്, സീലിംഗിൽ ഫാനുണ്ട്. AC-യുടെ ആവശ്യം ഇവിടെ വരില്ല. കാരണം ഒരു വൈകിട്ട് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് AC-യുടെ ആവശ്യം വരുന്നില്ല.
നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ശരിക്കും നല്ലൊരു നമ്മൾ മൂന്നാറിലൊക്കെ പോയാൽ അതേ ഒരു ഫീലിങ്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാം. റൂമെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ്. അതുപോലെ ഫ്രണ്ട് സൈഡിൽ തന്നെ വലിയ ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. വാളിലൊക്കെ പല പല ഡിസൈനുകളും LED ബൾബുകളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് അത്യാവശ്യം വലിപ്പം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ടോയ്ലറ്റ് തന്നെയാണ്. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കങ്ങനെ വൃത്തികേടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് റൂമും ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളും. കമ്പം, തേനി എന്നീ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മളുടെ രാമക്കൽമേടുള്ള വെനോറ റിസോർട്ട്. എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയിൽ തന്നെയാണുള്ളത്. പിന്നെ ചെറിയ ചെറിയ ഷെൽഫുകളും എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. കട്ടിലൊക്കെ നല്ല അടിപൊളി കട്ടിലും കിടക്ക ബെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. നല്ല സ്പ്രിംഗ് ഒക്കെ ഉള്ള അടിപൊളി ബെഡ് തന്നെയാണ്. നല്ല ഫാമിലിക്ക് അതുപോലെ തന്നെ കപ്പിൾസിനൊക്കെ പറ്റിയൊരു അടിപൊളി ഒരു റൂം തന്നെയാണ് കേട്ടോ ഇത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ റൂംസും അടിപൊളി തന്നെയാണ്. ബാക്കിയുള്ള റൂമിലൊക്കെ ആളുകൾ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ റൂമുകളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ നല്ല റൂം തന്നെയാണ്. എല്ലാവരും പറയുന്ന അവരുടെ അഭിപ്രായം, താമസിക്കുന്ന ആളുകളുടെ അഭിപ്രായമൊക്കെ നല്ല അടിപൊളി. അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഒരാളും നമ്മളോട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് എല്ലാ റൂമുകളെ പറ്റിയിട്ട് അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇവിടെ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കോട്ടേജിൻ്റെ പണികളും അതുപോലെ തന്നെ ഉള്ള കോട്ടേജിൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വർക്കുകൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു റിസോർട്ടിൻ്റെ 4 ഭാഗങ്ങളിലും ശരിക്കും നല്ല ഫോറസ്റ്റ് വ്യൂ തന്നെയാണുള്ളത്. ശരിക്കും നമ്മളൊരു ഫോറസ്റ്റിൽ വന്ന് താമസിക്കുന്ന ആ ഒരു ഫീൽ തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുക. കാരണം നല്ല കിളികളുടെ സൗണ്ട്, അതുപോലെ നല്ല നല്ല തണവാണ്. രാവിലെയും അതുപോലെ തന്നെ രാത്രിയൊക്കെ നല്ല തണവാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. മച്ചന്മാരെ, കമ്പം, തേനി, മേഘമല എന്നീ സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മളുടെ രാമക്കൽമേടുള്ള വെനോറ റിസോർട്ട്. ഏകദേശം 1400 രൂപയുണ്ടെങ്കിൽ 4 ആൾക്ക് സുഖമായിട്ട് താമസിക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല ഫാമിലി, ഫ്രണ്ട്സ്, കപ്പിൾസ്, ഗ്രൂപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാം. അപ്പോൾ നമ്മളുടെ റിസോർട്ട് ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ട്രക്കിങ്ങിന് പോവുകയാണെങ്കിലും ഇവരിവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും. അത് നമ്മൾ മുൻകൂട്ടി പറയുകയാണെങ്കിൽ ജീപ്പ് കാര്യങ്ങളെല്ലാതും ഇവരോട് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. അമ്മപ്പാറ, അതുപോലെ തന്നെ കുറേ വ്യൂ പോയിന്റ് കാര്യങ്ങൾ, ഫാമുകൾ, മെയിനായിട്ട് മുന്തിരി തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പോകാനായിട്ട് സാധിക്കും. ട്രക്കിങ്ങിൽ അതൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. രാമക്കൽമേട്, കമ്പം, തേനി, മേഘമല ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തുമാകട്ടെ നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.